എനിക്ക് തോന്നുന്നു ശ്വേതാമേനോന് ശേഷം അമലയാണ് ഇങ്ങനെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട്. എന്താണ് സത്യം പറയാൻ ഇതിനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഇങ്ങനെ ഈ ഒരു പീരീഡിൽ പോലും വളരെ ആക്റ്റീവ് ആയി നിൽക്കാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഐ ഫീൽ ആക്റ്റീവ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോ പിന്നെ ഞാനായിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ചു കൂട്ടണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ്, മോർ പാമ്പേർഡ്. അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ. ആൻഡ് ഓൾസോ ഐ വോണ്ട് ഗിവ് ഔട്ട് എ പോസിറ്റീവ് പ്രഗ്നൻസി മെസ്സേജ് യുനോ. അപ്പം അതും എല്ലാം അലൈൻഡ് ആയല്ലോ. എൻ്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു, പ്രൊമോഷൻസ്, ഇവന്റ്സ്. അപ്പൊ അതെല്ലാം ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഐ ആം ജസ്റ്റ് എംബ്രേസിംഗ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ ആം എൻജോയിങ് ഇറ്റ്. ലാസ്റ്റ് പടം ആടുജീവിതം അതൊരു മരുഭൂമി റിലേറ്റ് ചെയ്ത് സർവൈവിംഗ്, ഇതും മരുഭൂമി റിലേറ്റ് ചെയ്ത് ഒരു സർവൈവിംഗ് ത്രില്ലർ ഒരു ചിത്രമാണ്. അതെ, എനിക്ക് ആ മരുഭൂമിയിലെ സീൻസിലൊന്നും ഞാൻ ഭാഗമായിരുന്നില്ലല്ലോ. അതിന്റെ എല്ലാ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർട്ടിൽ നമ്മളത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോ ഞാൻ ബ്ലസ്സേട്ടനൊക്കെ മെസ്സേജ് അയച്ചു, നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ സാധിച്ചായിരുന്നു. അപ്പൊ അതില് ഇറ്റ്സ് നോട്ട് എ സർവൈവൽ അല്ല, അർഫാസ് പറഞ്ഞ പോലെ, ബട്ട് മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റൻസ് ഡ്രാമയാണ് ഈ ഫിലിം, ത്രില്ലർ. സർ, അമല പോൾ എന്ന് പറയുന്ന നടിയുടെ കാലിബറും പൊട്ടൻഷ്യലും ഇവിടെ ആരും എതിര് പറയത്തില്ല. പക്ഷേ സാർ പറഞ്ഞല്ലോ, അപ്പൊ അമല പോളിനെ തന്നെ കണ്ടിട്ടാണ് ഈ സിനിമ എഴുതിയത്. അപ്പൊ അമല പോൾ എന്ന് പറയുന്ന നടിനെ എത്രമാത്രം എന്താ പറയാ ചാലഞ്ചിങ് ആക്കുന്നുണ്ട് ഇതിലെ സ്ത്രീ കഥാപാത്രം? എനിക്ക് തോന്നുന്നത് ലൈക്ക് സെഡ്, ഞാൻ എഴുതുമ്പോൾ തന്നെ അമലയായിരുന്നു മനസ്സിൽ, അമല തന്നെ കിട്ടി. അപ്പോൾ ദാറ്റ് വാസ് എ ബ്ലെസ്സിങ്. താങ്ക്സ് ടു ഹർ ഫോർ സേയിങ് യെസ് ടു ദിസ് ഫിലിം. ഈ ക്യാരക്ടർ ഐ ഫീൽ, ഇതെന്റെ ഞാൻ പറഞ്ഞ ആദ്യത്തെ പടമായതുകൊണ്ട് എക്സൈറ്റ്മെന്റിലാണെന്ന് അറിയില്ല, ബട്ട് ഐ ജെന്യുവൻലി ഫീൽ ദാറ്റ് ദിസ് വിൽ ബി വൺ ഓഫ് ഹർ ബെസ്റ്റ് പെർഫോമൻസസ് ഓഫ് ഹർ കരിയർ. ദാറ്റ് ഈസ് ഹൗ വെൽ ഷി ഹാസ് ഡെലിവേർഡ് ദ പെർഫോമൻസസ്. ഓൾസോ എന്താ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. നമുക്ക് വാനിറ്റി അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു. 360 ഡിഗ്രിയിൽ നമുക്കൊന്നും ഇടാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. വാനിറ്റി സെൽഫ് ടെൻസ് ഒക്കെ അടിച്ചിട്ട് അത് ഒത്തിരി ദൂരെയായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാൻഡ് സ്റ്റോമും സഹാറ ഡെസേർട്ടിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്ത് നമ്മൾ അവിടെ പോയപ്പോഴാണ് സെറ്റൊക്കെ ചോർന്ന് അങ്ങനെ. അപ്പോ ഒത്തിരി ഡിഫിക്കൽട്ടീസും ഹേർഡിൽസും ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് what she has done is for you guys to watch. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.